ഓം നമ ശിവായ. വളരെ കാലികമായിട്ടുള്ള പല വിഷയങ്ങളും നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്ന ഒരു മാനസികാവസ്ഥയെക്കുറിച്ചാണ്. അതൊരു സൈക്കോളജിക്കൽ ഡിസോർഡറായിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നുണ്ട്. പലപ്പോഴും പത്രമാധ്യമങ്ങളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലകളിലോ ഒക്കെ വരുന്ന വളരെ വിചിത്രമായിട്ടുള്ള ചില ക്യാപ്റ്റീവ്സിനെ കുറിച്ച്, ക്യാപ്ചറിനെ കുറിച്ചൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടാവും. അതായത് ചില പ്രത്യേകമായ സാഹചര്യങ്ങളിൽ ഒരു കൂട്ടം ആളുകൾ അല്ലെങ്കിൽ ഒരാൾ മറ്റാരെങ്കിലുമൊക്കെ എന്ത് ചെയ്യുന്നു, ബന്ദികളാക്കി വയ്ക്കുന്നു, തടവുകാരാക്കി വയ്ക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ഒരു കാഴ്ചപ്പാടിൽ സ്വാഭാവികമായിട്ടും ആദ്യം ഈ തടവുകാരായി വയ്ക്കപ്പെടുന്നവർക്ക് അവരെ തടവുകാരാക്കിയവരോട് ദേഷ്യം, വിരോധം, വിദ്വേഷം തുടങ്ങിയ വികാരങ്ങളാണ് ഉണ്ടാകേണ്ടത്. എന്നാൽ അപൂർവമായിട്ടുള്ള ചില സാഹചര്യങ്ങളിൽ മറ്റൊരു തരം റിലേഷൻ ഇവിടെ ഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അതിനെയാണ് നമ്മൾ സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു പ്രപ്പോസ്ഡ് കണ്ടീഷനാണ് ആക്ച്വലി. അപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ക്യാപ്റ്റീവ്സിന് അവരെ ക്യാപ്ചർ ചെയ്ത ആളുകളോട്, ഹോസ്റ്റേജസിന് അവരെ പിടികൂടി ഇങ്ങനെ തടവിൽ സൂക്ഷിക്കുന്ന ആളുകളോട് തോന്നുന്ന ഒരു പ്രത്യേകതരം സൈക്കോളജിക്കലായിട്ടുള്ള ഒരു ബോണ്ടേജിനെയാണ് അല്ലെങ്കിൽ ഒരു ബന്ധത്തിനെയാണ് സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിലേക്ക് വഴിതെളിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാകാം. അതുപോലെ തന്നെ ബലാബലങ്ങളുടെ നേർവ്യതിയാനങ്ങൾ നമുക്ക് അറിയാൻ കഴിയുന്നതാണ്. ഇപ്പോൾ ലോകത്തിൽ എപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യം ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ്, ഇങ്ങനെ രണ്ട് ആളുകൾ മാത്രമേ ഉള്ളൂ എന്നാണ്. രണ്ട് വിഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ, ഉള്ളവനും ഇല്ലാത്തവനും. അതെന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഈ ഒരു വൈജാത്യങ്ങളുടെ ഇടയിലാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ പ്രക്രിയകളും അല്ലെങ്കിൽ പ്രവർത്തനങ്ങളും നടക്കുന്നത്. അപ്പോൾ സാധാരണയായിട്ട് ബലമുള്ളവനും ബലമില്ലാത്തവനും എന്നുള്ള രീതിയിൽ, അല്ലെ, അത് മനോബലമാകാം, ശരീരബലമാകാം, ആത്മബലമാകാം, ഇങ്ങനെ ഒരുപാട് ബലങ്ങൾ നമ്മൾ പറയുന്നു. അപ്പോൾ ബലമുള്ളവൻ, ബലമിൽ ഇല്ലാത്തവൻ, ഇങ്ങനെയുള്ള രണ്ട് വിഭാഗങ്ങളിൽ ബലമില്ലാത്തവന് സാധാരണയായിട്ട് ബലമുള്ളവനോട് തോന്നുന്ന ഒരുതരം വിധേയത്വം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് ഉള്ളിൻ്റെ ഉള്ളിൽ കാണുന്ന ഒന്നാണ്. പലപ്പോഴും വളരെ നിഷ്ഠൂരരായ ഭരണാധികാരികൾക്ക് വളരെ വലിയ ജനസമ്മതി ഉണ്ടാകുന്നതിൻ്റെ ഒരു അത്ഭുതം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ലോകത്തെ വിറപ്പിച്ച പല ഇതുമാതിരിയുള്ള ഏകാധിപതികളും ഉണ്ടായിട്ടുണ്ട്, ഓട്ടോക്രാറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവരോട് നോർമലി നമുക്ക് തോന്നുന്നത് എന്താണ്? വികാരം എന്ന് പറയുന്നത് വെറുപ്പാണ്. എന്തുകൊണ്ട് ഈ ആൾക്കാർക്കെല്ലാം കൂടി ഇവനെ തല്ലിക്കൊന്നുകൂടാ എന്ന് നമുക്ക് തോന്നാറുണ്ട്. ഇപ്പോൾ തന്നെ നമുക്കറിയാവുന്നതാണ് കിം ജോ ഉന്നിൻ്റെ, അദ്ദേഹത്തിനെ കുറിച്ച് കേൾക്കുന്ന കഥകൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളുടെ പേര് മറ്റാരെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാനായിട്ടുള്ള ഓർഡറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും സ്വാഭാവികമായിട്ട് എന്തുകൊണ്ടാണ് ഈ ജനവിഭാഗങ്ങൾ ഇങ്ങനെയുള്ള ഭരണാധികാരികളെ ഇല്ലായ്മ ചെയ്യാത്തത്? അവിടെയും വർക്ക് ചെയ്യുന്ന ഒരു സൈക്കോളജിയാണ് ഈ പറയുന്ന സ്റ്റോക്ക്ഹോം സിൻഡ്രോം. അറിഞ്ഞോ അറിയാതെയോ തങ്ങളെ ക്യാപ്റ്റീവ്സാക്കി വച്ചിരിക്കുന്ന ക്യാപ്ചേഴ്സിനോട് അവർക്ക് തോന്നുന്ന ഒരുതരം വിധേയത്വം, ഒരു സബ്മിസീവായിട്ടുള്ള മെൻറ്റാലിറ്റി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ബലം കുറഞ്ഞവന് ബലം കൂടിയവനോട് തോന്നുന്ന ഒരുതരം വിധേയത്വം. ഒരുപക്ഷെ ആ ബലം കൂടിയവനോട് ചേർന്ന് നിൽക്കുമ്പോൾ താനും ബലവാനാകുന്നു എന്നുള്ള ഒരു തോന്നൽ കൊണ്ടായിരിക്കാം. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ശാരീരിക മാനസികമായിട്ടുള്ള ഒരു ആത്മനിർവൃതിക്ക് വേണ്ടി സ്വീകരിക്കുന്നതുമാകാം. പലപ്പോഴും ഈ കിഡ്നാപ്പിംഗ്, അതുപോലെ തന്നെ അസാധാരണമായ സാഹചര്യങ്ങളിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബന്ദിയാക്കൽ, അല്ലെങ്കിൽ ഒരാളിനെ ബന്ധനസ്ഥനാക്കി വയ്ക്കൽ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളിൽ നമുക്കിത് കാണാനായിട്ട് സാധിക്കുന്നു. ക്യാപ്റ്റീവ് കുറേ കഴിയുമ്പോഴത്തേക്ക് തൻ്റെ ക്യാപ്ചറിനോട് കാണിക്കുന്ന ഒരു വല്ലാത്ത വിധേയത്വം നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നു. വിധേയൻ എന്ന് പറയുന്ന മലയാളം സിനിമ നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും. അതിനകത്തും ഈ ഒരു എലമെൻറ്റ് വർക്ക് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നു. ഭാസ്കര പട്ടേലറും എൻ്റെ ജീവിതവും എന്നുള്ള സക്കറിയയുടെ കഥയെ ആസ്പദമാക്കി നിർമ്മിച്ച ചിത്രമാണ് വിധേയൻ. അപ്പോൾ വിധേയനിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് തന്നെ എപ്പോഴും അപഹസിക്കുന്ന, തൻ്റെ സ്വാതന്ത്ര്യത്തിനെ ഹനിക്കുന്ന, തൻ്റെ വ്യക്തിത്വത്തിനെ പൂർണ്ണമായിട്ടും അനിഹിലേറ്റ് ചെയ്യുന്ന ആ ഒരു ഡെമണിക്കായിട്ടുള്ള ആ ഒരു ഭാസ്കര പട്ടേലർ എന്ന ആ വില്ലൻ ക്യാരക്ടറിനോട് എപ്രകാരത്തിലാണ് ഗോപകുമാർ അവതരിപ്പിക്കുന്ന കഥാപാത്രം വിധേയത്വം പ്രാപിക്കുന്നത് എന്നുള്ളത്. ഇനി ഇതൊരു മനോരോഗമാണ് എന്ന് നമ്മൾ സൂചിപ്പിച്ചു. അപ്പോൾ ഇത് മനോരോഗമാണ് എന്ന് ശാസ്ത്രീയമായിട്ട് നമുക്ക് ഉറപ്പിച്ച് പറയാനും സാധിക്കുകയില്ല. കാരണം
ഇതുമായി ബന്ധപ്പെട്ട കേസ് സ്റ്റഡീസിൻ്റെ അപര്യാപ്തത വളരെ കൂടുതലാണ്. അതായത് വളരെ അധികം കേസുകളൊന്നും തന്നെ ഇങ്ങനെ എന്താ പറയുക റിസർച്ച് മെറ്റീരിയലായിട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് വ്യക്തമായിട്ട് പഠിച്ച് അവതരിപ്പിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഇതൊരു മനോരകമാണോ എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് യൂസ്ഫുൾ ആയിട്ടുള്ള സാമ്പിൾ സൈസിൻ്റെ അപര്യാപ്തത. അതാണ് ഞാൻ പറഞ്ഞത്, റിസർച്ച് മെറ്റീരിയൽസിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് സാമ്പിൾസിനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുമില്ല. ഇപ്പോൾ കണ്ടസ്റ്റഡ് ഇൽനെസ് എന്ന് പറയുമ്പോൾ ഇതിൽ നമുക്കൊരു ഡിസ്പ്യൂട്ട് ഉന്നയിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതിൻ്റെ ലെജിറ്റിമസി എന്ന് പറയുന്നത് എപ്പോഴും തന്നെ ഒരു എന്താ പറയുക ഒരു കോൺഫ്ലിക്ട്സ് ഉണ്ടാക്കാൻ കഴിയുന്നതാണ്, അല്ലെങ്കിൽ കോൺട്രവേഴ്സ്യലായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. സാധാരണ ഒരു മെഡിക്കൽ ബോർഡിന് ക്ലെയിം ചെയ്യാൻ പറ്റും ഇത് രോഗാവസ്ഥയല്ല, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന തരത്തിലുള്ള രോഗാവസ്ഥ ഈ വ്യക്തിക്കുണ്ടോ എന്നുള്ളതിൽ ഞങ്ങൾക്ക് സംശയമുണ്ട് എന്നെപ്പോഴും നമുക്കൊരു ഡിസ്പ്യൂട്ട് ഉയർത്താൻ കഴിയുന്ന തരത്തിലുള്ള രോഗങ്ങളെയാണ് പൊതുവേ നമ്മൾ ഈ കണ്ടസ്റ്റഡ് ഇൽനെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു രോഗത്തിനെ DSMൽ ഉൾപ്പെടുത്തിയിട്ടുമില്ല. DSM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓഫ് മെൻ്റൽ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഡിസീസസ് എന്നുള്ളതാണ്. അപ്പോൾ DSMൽ ഉൾപ്പെടുത്താത്ത ഒരു രോഗം കൂടിയാണ് ഈ പറയുന്ന സ്റ്റോക്ക്ഹോം സിൻഡ്രോം. ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ട കേരളത്തിനെ വല്ലാതെ ഞെട്ടിച്ച ഡോക്ടർ വന്ദന ദാസിൻ്റെ കൊലപാതക കേസ് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതിനകത്ത് ഈ പറയുന്ന ആ ഒരു പ്രസ്തുത വ്യക്തി, പ്രതിയായിട്ട് വരുന്ന ആ ഒരു വ്യക്തി, അയാൾക്ക് മനോരോഗമുണ്ട് എന്ന് കേരളം മൊത്തം സംശയിക്കുന്നു. പക്ഷേ ഇന്നലെ അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് അല്ലെങ്കിൽ അയാളുടെ മെഡിക്കൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട്, അയാൾക്ക് മനോരോഗം ഇല്ല എന്നുള്ളത് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തിയത്. അപ്പോൾ ഈ ഒരു പ്രത്യേക നിമിഷത്തിൽ മാത്രം ഒരു മനോവിഭ്രാന്തി കാണിക്കുകയും എന്നാൽ മറ്റ് ചില സാഹചര്യങ്ങളിൽ മനോവിഭ്രാന്തി ഇല്ലാതാകുകയും ചെയ്യുന്ന അസാധാരണമായിട്ടുള്ള ഒരു മാനസിക അവസ്ഥയാണ്. അങ്ങനെയുള്ള ഒരു തലത്തിനെയാണ് നമ്മൾ ഈ പറയുന്ന പോലെയുള്ള കണ്ടസ്റ്റഡ് ഇൽനെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം അതൊരു മെഡിക്കൽ ബോർഡിന് കൂടിയിട്ട് അവരുടേതായ പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തുമ്പോൾ ഈ പ്രസ്തുതമായ വ്യക്തിക്ക് ഈ പറയുന്ന തരത്തിലുള്ള ഓബ്ജക്റ്റീവായിട്ടുള്ള ഒരു ഒബ്സർവേഷനിൽ അയാൾക്ക് ഈ പറയുന്ന തരത്തിലുള്ള ഒരു പ്രോബ്ലം ഇല്ല എന്നും എന്നാൽ അയാളുടേത് മാത്രമായിട്ടുള്ള സബ്ജക്റ്റീവായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ അയാൾ ഈ രോഗലക്ഷണങ്ങൾ കാണിച്ചു എന്നും വരാമെന്നുള്ള ഒരവസ്ഥയാണ് നമ്മളിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറേ രോഗങ്ങളെ ഈ ഒരു പട്ടികയിൽ പെടുത്തിയിട്ടുമുണ്ട്. ഇപ്പോൾ സാധാരണയായിട്ട് പറയുന്ന മെൻ്റൽ ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിലേക്ക് നമ്മൾ ഈ പറയുന്ന രോഗത്തിനെ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്ന കേസ് പലപ്പോഴും നമുക്ക് വായിക്കാൻ പറ്റുന്നൊരു സാഹചര്യമാണ്. ചില പ്രത്യേകമായ ആൾക്കാരോട് ചില പ്രത്യേകമായ സാഹചര്യങ്ങളിൽ മാത്രം ഒരു വ്യക്തി വളരെയേറെ എന്താ പറയുക വൈരാഗ്യപൂർണമായ ഒരു ഭാവാന്തരീക്ഷത്തിലേക്ക് സ്വയം മാറുകയും അയാൾ അങ്ങനെയുള്ള ഒരു റിവഞ്ച് മെൻറ്റാലിറ്റിയോടുകൂടി അതിനിഷ്ഠൂരമായിട്ടുള്ള ഏറ്റവും ഹീനസ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ നോർമലി നമ്മൾ ചെയ്യുന്നത് ഈ ആളിനെ നമ്മൾ പൂർണ്ണമായിട്ടും ടാർണിഷ് ചെയ്യുകയും അയാളെ പൂർണ്ണമായിട്ടും നമ്മൾ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റുകയും അയാൾ ഏറ്റവും വലിയൊരു കൊടും ക്രിമിനലായിട്ട് മുദ്ര കുത്തുകയൊക്കെ ചെയ്യും. പക്ഷേ അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് രോഗാവസ്ഥയല്ല എങ്കിൽ എന്തുകൊണ്ടാണ് അയാൾ ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ പെരുമാറാനുള്ള കാരണം, ഇതും കൂടി ഇത്തരുണത്തിൽ നമുക്ക് ചേർത്ത് വായിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ഇവിടെയാണ് പലപ്പോഴും നമ്മൾ ഈ പറയുന്ന തരത്തിലുള്ള അൺസീൻ ഇൻഫ്ലുവൻസുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മേ ബി നമ്മൾ സാധാരണയായിട്ട് പൂർവ്വജന്മങ്ങളുടെ കണക്ഷൻസിനെ കുറിച്ച് ധാരാളം സംസാരിക്കാറുണ്ട്. മേ ബി അങ്ങനെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു പാസ്റ്റ് ലിങ്ക് ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടോ, അതല്ല എങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു അദൃശ്യമായിട്ടുള്ള ഒരു എനർജിയുടെ ഒരു പ്രത്യേകമായ വിന്യാസം അവിടെ നടന്നിട്ടുണ്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ റിസർച്ച് പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കേണ്ട ചില കാര്യങ്ങളാണ്. അതല്ലാതെ നമുക്കിതൊരിക്കലും തന്നെ ഒരു കോമൺ കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു തിങ്ങായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവിടെ ഏതെങ്കിലും തരത്തിലുള്ളൊരു പാരാനോർമൽ ഇൻഫ്ലുവൻസ് ഉണ്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു കാർമിക് എലമെൻറ്റ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് അത് ഈ പറയുന്ന ആളിനെ ഒരു ചാലകമാക്കി മാറ്റിയിട്ടുണ്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ വരേണ്ടതുണ്ട്. അത്യധികമായ വ്യസനത്തോടു കൂടിയാണ് എങ്കിലും നമ്മൾ പറയുന്നത് ഇതൊരു കാർമിക് ഒരു ഇതായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ പറയുന്ന ദുഃഖം അനുഭവിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അപമൃത്യു വരിക്കേണ്ടി വരുന്ന ആളുകൾക്ക് ഈ ഒരു കർമ്മ അവസ്ഥയിലൂടെ അല്ലെങ്കിൽ ഒരു കാർമിക് സ്റ്റേജിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം നമുക്ക് അവിടെ വരുന്നു. കാരണം ഇറ്റ് ഹാപ്പൻസ്. അപ്പം നമുക്കതിനെ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള നിഷ്ഠൂരമായ പ്രവൃത്തികൾക്കും യാതൊരു തരത്തിലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെയുള്ള ചില കാരണങ്ങൾ അവിടെ ഉണ്ടായി വരുന്നു എന്ന് നമ്മൾ ചിന്തിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ മനസ്സെന്ന് പറയുന്നത് വളരെ
എന്താ പറയുക, ഒന്നിനോടും കെട്ടുപാടില്ലാതെ നമ്മൾ വളരെ ഒബ്ജക്റ്റീവായിട്ടുള്ള ഒരു മൈൻഡിൽ നമ്മൾ കാര്യങ്ങൾ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു. അല്ലേ, ഈ സംഭവിക്കുന്ന എല്ലാത്തിനും തന്നെ എന്തോ തരത്തിലുള്ള ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ കാരണമുണ്ട് എന്നുള്ളൊരു സംഗതിയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. തീർച്ചയായിട്ടും ഇതൊരു കോൺട്രവേഴ്സ്യൽ സബ്ജക്റ്റാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ചെറിയ സാധ്യത മാത്രമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മളതിനെ വിശാലമായിട്ടുള്ളൊരു കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ മഹാത്മാഗാന്ധി അദ്ദേഹം ഷോട്ട് ഡെഡ്. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഇത് ആ ഒരു കർമ്മ ആണ്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു കാർമ്മികമായിട്ടുള്ളൊരു എലമെൻറ്റാണത്. സോ അതിന് എന്ത് ചെയ്യണം, ദർ ഷുഡ് ബി എ പേഴ്സൺ, അതിന് കാരകമാകുന്ന ഒരു വ്യക്തി ഉണ്ടാകണമെന്നുള്ള. അപ്പം ഞാൻ പറയുന്നത് ഇവിടെ നമുക്ക് കയ്യിൽ നിൽക്കാത്ത ചില എലമെൻറ്റ്സ് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ലൈക്ക് ദാറ്റ് സ്റ്റോക്ക്ഹോം സിൻഡ്രോം നമുക്ക് എക്സാക്റ്റ് ആയിട്ടൊരു രോഗമാണ് എന്ന് പറയാൻ സാധിക്കുകയില്ല. അവിടെ നമുക്കിതിനെ പറയാൻ പറ്റുന്നത് എന്താണ്, അവിടെ ഇതൊരു കോണ്ടസ്റ്റഡ് ആയിട്ടുള്ള ഇൽനെസ് ആണ്. മീൻസ് അത് അങ്ങനെ സംഭവിക്കാമോ, ചിലപ്പോൾ ഈ രോഗം എന്ന് പറയുന്നത് ഇവരുടെ തലയിൽ മാത്രമായിരിക്കും ഈ ഒരു അവസ്ഥ. അത് നമുക്കൊരിക്കലും അത് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അവരുടെ ഭാവനയിൽ മാത്രമായിരിക്കും. ഞാനതാ പറഞ്ഞത്, വന്യമായ ഏതെങ്കിലും ഒരു ഭാവനയിൽ അല്ലെങ്കിൽ തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള കെമിക്കലായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻഡക്ഷൻ നടക്കുമ്പോൾ അങ്ങനെ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ളൊരു മെൻറ്റാലിറ്റിയിൽ ഫ്രെയിം ചെയ്യപ്പെടുന്ന മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു വ്യവഹാരമായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ നമുക്കിത് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിൽ നമുക്കിതിനെ ഒരിക്കലും രോഗമാണ് എന്ന് നമുക്ക് 100% പറയാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് നടത്തിയ ധാരാളം പഠനങ്ങളിൽ FBI അവർ നടത്തിയ പഠനങ്ങളിൽ അവർ പറയുന്നത് ഏതാണ്ട് 8% ആളുകൾക്ക് മാത്രമാണ് സാധാരണയായിട്ട് ഈ സ്റ്റോക്ക്ഹോം സിൻഡ്രോം പ്രകടിപ്പിക്കുന്നത്. ഇപ്പോൾ 100 ആളുകളെ പിടിച്ചു കഴിഞ്ഞാൽ, 100 ക്യാപ്റ്റീവ്സിനെ എടുത്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതിൽ വെറും 8 ആളുകൾ മാത്രമാണ് ഈ ഒരു ടെമ്പറമെൻറ്റ് കാണിക്കാനുള്ള സാധ്യത. അതും ധാരാളം കേസുകൾ പഠിച്ചതിന് ശേഷം അവരെത്തിയ ഒരു നിഗമനമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ക്യാപ്റ്റീവായിട്ട് പിടിക്കുന്ന ഒരാളിന് എല്ലാവർക്കും ഇത് ഉണ്ടാകണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് അവരുടെ ആ ഒരു മാനസിക ഭാവത്തിന് ഇത് ഹൈലി സബ്ജക്റ്റീവാണെന്ന് നമുക്ക് പറയാൻ പറ്റും. സബ്ജക്റ്റീവാണ്. അപ്പോൾ അതിനെന്തെങ്കിലും തരത്തിലുള്ള ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു സ്റ്റിമുലൈ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടാകാം എന്ന് നമുക്ക് ഊഹിക്കേണ്ടിയിരിക്കുന്നു. 1973 സ്വീഡനിലെ സ്റ്റോക്ക്ഹോം എന്ന സ്ഥലത്ത് നടന്ന ഒരു ബാങ്ക് റോബറിയുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ഹോസ്റ്റേജസിനെ ഇങ്ങനെ അവർ പിടികൂടുകയുണ്ടായി, അല്ലെങ്കിൽ കുറേ ആളുകളെ ഹോസ്റ്റേജസ് ആയിട്ട് വച്ചു. അപ്പോൾ അതിനെ തുടർന്നാണ് ഈ ഒരു പർട്ടിക്കുലറായിട്ടുള്ള സംഗതിക്ക് സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്നുള്ള പേര് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നടന്ന അത്ഭുതകരമായ കാര്യം, ഈ ക്യാപ്റ്റീവ്സ് ആയിട്ട് പിടിച്ച ആളുകൾ അല്ലെങ്കിൽ ഹോസ്റ്റേജസ് അവർ പോലീസിനോട് ഈ പറയുന്ന ആളുകളെ ആരാണ് തങ്ങളെ ഇതുപോലെ ബന്ദികളാക്കി വെച്ചതെന്ന് പറയുകയോ അല്ലെങ്കിൽ ഈ ബന്ദികളാക്കി വെച്ച ക്യാപ്ചേഴ്സിനെതിരെ ഒന്നും പരാതിയായിട്ട് പറയുകയോ ചെയ്തില്ല എന്നുള്ളതാണ്. അന്ന് മുതലാണ് ഇത് സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നതും ഒരു പബ്ലിക് അറ്റൻഷനിലേക്ക് ഈ ഒരു വിഷയം വരുന്നതും. ഇത് വളരെ പാരഡോക്സിയലായ ഒരു സിറ്റുവേഷനാണ്. അങ്ങേറ്റ വിരോധാഭാസം നിറഞ്ഞ ഒരു സീനാണത്. കാരണം എന്ന് വെച്ചാൽ ചെറിയ കാലത്തൊക്കെ നമുക്കറിയാം, നമ്മൾ ആരോടെങ്കിലും പിണങ്ങുകയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും നമ്മളെ ചെറുതായിട്ടെങ്കിലും ഒന്ന് വേദനിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അവർക്കെതിരെ കംപ്ലയിൻറ്റ് ചെയ്യും. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ അവർ യാതൊരു തരം തെറ്റും ചെയ്യാതിരുന്നിട്ട് പോലും ഈ പറയുന്ന തരത്തിലുള്ള മുൾമുനയിൽ കുറേ സമയം, ചിലപ്പോൾ ദിവസങ്ങളോളം തന്നെ ഇങ്ങനെ ഇരിക്കേണ്ടി വരുന്ന അവസ്ഥയിലും അവരെന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ക്യാപ്ചേഴ്സിനെതിരെ ഒന്നും പറയുന്നില്ല എന്നുള്ളത് ഏറ്റവും അത്ഭുതകരമായ ഒരു കാര്യമായിട്ട് നിലനിൽക്കുന്നു. ഇതിന് നമുക്ക് പറയാൻ പറ്റുന്ന ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഈ ക്യാപ്റ്റീവ്സിനോട് അവർക്ക് പ്രത്യേകിച്ച് എന്ത് ചെയ്യുന്നു, ഒരു പോസിറ്റീവായുള്ള ആറ്റിറ്റ്യൂഡ് അവരോട് തോന്നുന്നു. കാരണം അവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മളെ ബന്ദികളാക്കി അവർ ചെയ്യുന്നത്, അവരുടെ മിഷൻ എന്താണ്. ചിലപ്പോൾ അവർ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി അവതരിപ്പിക്കുന്ന ഒരു സംഗതിയായിരിക്കാം. നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് മാറുന്നു എന്നുള്ള ഒരു പോസിറ്റീവ് തിങ്കിങ് ഇവരുടെ ഉള്ളിൽ ഉണ്ടായേക്കാം. അതല്ലെങ്കിൽ ഈ പറയുന്ന ക്യാപ്ചേഴ്സുമായിട്ട് അവർക്ക് മുൻപ് അല്ലെങ്കിൽ പ്രീവിയസ് ആയിട്ടുള്ള യാതൊരു വിധത്തിലുള്ള റിലേഷൻസും ഇല്ല. അപ്പം ഞാനല്ല എങ്കിൽ മറ്റൊരാളിനെ അവരിങ്ങനെ ആക്കുന്നു. കാരണം അവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത് ഇതല്ല, ഞങ്ങളല്ല. അവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത് ഐദർ റോബറി ഓർ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പൊളിറ്റിക്കൽ ഡ്രാമ, മറ്റെന്തെങ്കിലും കാര്യമായിരിക്കാം. അതിനുവേണ്ടി അവർ നമ്മളെ കരുവാക്കുന്നു മാത്രമേ ഉള്ളൂ, നമ്മളവിടെ ഒരു ടൂള് മാത്രമാണ് എന്നുള്ള ഒരു ധാരണ ഇവർക്ക് ഡെവലപ്പ് ചെയ്യുന്നതായിരിക്കാം. ഇനി ചില സാഹചര്യങ്ങളിൽ ഈ ഹോസ്റ്റേജസ് എന്ത് ചെയ്യുന്നില്ല, അവർ പോലീസുമായിട്ട് അവർ കോപ്പറേറ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല. ഒരുപക്ഷെ അവർ വിചാരിക്കുന്നത് ഈ ക്യാപ്ചേഴ്സിൻ്റെ കയ്യിലായിരിക്കും തങ്ങൾ കൂടുതൽ സുരക്ഷിതർ എന്നുള്ള ഒരു മിഥ്യാധാരണ അവർക്കുണ്ടാവാം. അതല്ല എങ്കിൽ അവരുടെ ഉള്ളിലുള്ള വളരെ ഹൈ ഗ്രേഡിലുള്ള ഈ പറയുന്ന ഹ്യൂമനിസം ആയിരിക്കാം, അല്ലേ, മനുഷ്യത്വം ആയിരിക്കാം അവരുടെ ഇടയിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ചിലപ്പോൾ അവർ വിചാരിക്കുന്നത് നമ്മൾ ഈ പറയുന്ന ജീവിതത്തിൻ്റെ സൗഭാഗ്യങ്ങളെല്ലാം അനുഭവിച്ച് കഴിയുമ്പോൾ ഒരു വിഭാഗം ജനങ്ങൾ ഇതൊന്നും തന്നെ ഇല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹാവ് നോട്ട്സ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗത്തിൽ എന്നെ അവർ ചെറുതായിട്ടൊന്ന് ഉപയോഗിച്ചുകൊണ്ട് അവർ ജീവിതത്തിൽ നേട്ടം നേടാൻ പോകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ അവരെ ഒറ്റ കൊടുക്കുന്നതിൻ്റെ ആവശ്യകതയില്ല എന്നുള്ള ഒരു ധാരണ
ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യ മനസ്സാണ് എപ്പോഴും വളരെ വിചിത്രമായിട്ടുള്ള സങ്കലനങ്ങളും അതുപോലെ തന്നെ വ്യവകലനങ്ങളും കൊണ്ട് പുതിയ കാര്യങ്ങൾ നിർമ്മിക്കുന്ന ഒരു വ്യഗ്രത ഉള്ള ആൾക്കാരാണ്. മേ ബി അങ്ങനെ ഒരു ചിന്താധാര അവിടെ ഡെവലപ്പ് ചെയ്യുന്നതും ആകാം എന്ന് നമുക്ക് പറയാം. ഇനി ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ട് വരുന്ന ഒന്നാണ് ലിമ സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പോൾ ലിമ സിൻഡ്രോമിൽ സംഭവിക്കുന്നത് ഈ ക്യാപ്ചേഴ്സിന് തോന്നുന്ന ഒരു തരം എന്താ പറയുക എമ്പതിയാണ്. അപ്പോൾ അതായത് തടവിൽ പിടിക്കപ്പെട്ട ആൾക്കാർ, പിടിച്ചു വച്ചിരിക്കുന്ന ബന്ദികളോട് ആക്കിയ ആളുകൾക്ക് തോന്നുന്ന ഒരുതരം സെൻറ്റിമെൻറ്റ്സ് അല്ലെങ്കിൽ എമ്പതി. അപ്പോൾ ഈ എമ്പതി നമുക്കറിയാം, മറ്റൊരാളുടെ ദുഃഖം എൻ്റെ ദുഃഖമാണ് എന്ന് വിചാരിച്ച് അതിൻ്റെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക ഹൈ ഗ്രേഡിലേക്ക് പോകുമ്പോഴാണ് അത് എമ്പതിയായിട്ട് മാറുന്നത്. അപ്പോൾ എമ്പതി പലപ്പോഴും നമുക്കറിയാം അത് കുറച്ച് ഡേഞ്ചറാണ്. അതുകൊണ്ട് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഒരാളിനോട് സഹാനുഭൂതി ഉണ്ടാകുമ്പോൾ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് കമ്പാഷനാണ്, കാരുണ്യമാണ് ഉണ്ടാകേണ്ടതെന്ന് ബുദ്ധഭഗവാൻ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കൊരിക്കലും ഒരാളിനോട് സിമ്പതിയല്ല തോന്നേണ്ടത്, പകരം കമ്പാഷനാണ്. അപ്പോൾ കമ്പാഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ ആരാകുന്നു? വി ആർ ബിക്കമിങ് ദ മാസ്റ്റർ. നമ്മൾ മാസ്റ്ററായി മാറിക്കൊണ്ട് ആ ആളിനെ നമ്മൾ സഹായിക്കുന്നു, അല്ലെങ്കിൽ വി ആർ എക്സ്റ്റെൻഡിങ് യുവർ ഹാൻഡ്സ് ടു ദം. അവരെ പിടിച്ചുയർത്തുന്നതിന് വേണ്ടി നമ്മളങ്ങനെ ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് എന്നാണ് ഭഗവാൻ ബുദ്ധൻ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് പലപ്പോഴും കാണാൻ കഴിയുന്നതാണ്, ഇപ്പോൾ പോലീസുകാരും അതുപോലെ തന്നെ കള്ളന്മാരും ഒരേ ജയിലിൽ തന്നെ അല്ലേ. അപ്പോൾ 2 തരത്തിലാണെന്നുള്ളതുള്ളൂ. അതും 2 തരത്തിലുള്ള എന്താ പറയുക ക്യാപ്റ്റീവ്സ് തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ജയിലിനകത്ത് കിടക്കുന്നു, എന്നാൽ ആ കിടക്കുന്ന തടവ് പുള്ളിയേക്കാൾ കൂടുതലായിട്ട് മാനസിക വ്യഥ അനുഭവിക്കുന്നത് ഒരുപക്ഷെ അതിനകത്ത് നിൽക്കുന്ന പോലീസുകാരനായിരിക്കും. നമ്മുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷനിൽ കുറേയൊക്കെ ഫ്രീഡമൊക്കെ ഉണ്ട്, എങ്കിലും അവർക്ക് അതിൻ്റെ ഉത്തരവാദിത്വം ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം. ഇനി ഇവർ തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ കുറേ കഴിയുമ്പോൾ ആദ്യം തോന്നുന്ന വിരോധം പതുക്കെ മെൽറ്റായി പോവുകയും പകരം ഈ ആൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ക്യാപ്റ്റീവ് അവിടെ അനുഭവിക്കുന്ന, അയാൾ ചെയ്യുന്ന കുറ്റങ്ങൾക്കാർക്കും അയാൾ അവിടെ ശിക്ഷ അതിനകത്ത് കിടക്കുന്നു. പക്ഷേ എങ്കിലും ഇവർ 2 പേരും പരസ്പരം ഒരു എന്താ പറയുക ഒരു പ്രത്യേകമായ ഒരു ആകർഷണത്തിൽ പെടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവർ 2 പേരും തന്നെ തരത്തിൽ പരസ്പരം ബന്ധിതരായ ആൾക്കാരാണ്. അപ്പോൾ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഒരു മറുതലം ചില ആളുകൾ ചിന്തിച്ചേക്കാം, കാരണം എമ്പതിയുടെ മറ്റൊരു തലത്തിൽ ചിന്തിച്ചേക്കാം, ഇയാൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ എന്താ പറയുക കാരാഗൃഹവാസത്തിന് ഞാനും കാരണക്കാരനാണ്, അതുകൊണ്ടാണ് എനിക്കിവിടെ ഇന്ന് അയാളുടെ ഡ്യൂട്ടി ചെയ്യേണ്ടി വരുന്നത്, അയാളുടെ പാറാവുകാരനായിട്ട് ഞാനിവിടെ നിൽക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഞാനും അയാളും ഒരേ അവസ്ഥയിൽ തന്നെയാണ്. ഒരാൾ ഈ പറയുന്ന എന്താണ് പ്രിസൺ ബാറുകളുടെ അകത്ത് തടവറയിലാണ്, ഞാൻ പ്രിസൺ ബാറിൻ്റെ വെളിയിൽ സ്വതന്ത്രനായിട്ട് നിൽക്കുന്നെങ്കിലും ഞാനും അതുമായിട്ട് ബന്ധനസ്ഥനാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥ. ചിലപ്പോൾ ചില കാഴ്ചകൾ നമ്മുടെ ആജീവനാന്തം വേട്ടയാടി എന്ന് വരാം. എവിടെയെങ്കിലും വെച്ച് കണ്ട ഏതെങ്കിലും ഒരു ദുരന്ത ദൃശ്യം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജീവി നിസ്സഹായമായിട്ട് പിടഞ്ഞു മരിക്കുന്നത് കാണുന്നൊരു കാഴ്ച. അപ്പോൾ ഇത് ആജീവനാന്തം നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരുതരം ലിമ സിൻഡ്രോമാണ്. ഇപ്പോൾ പെറുവിലെ ലിമയിലുള്ള ജപ്പാൻ എംബസിയിലാണ് ഈ ഒരു അബ്ഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ അവിടെ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ക്യാപ്റ്റീവ്സിനോട് തോന്നുന്ന അദമ്യമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു എമ്പതി ആണ് നമ്മളിവിടെ കാണുന്നത്. ഇനി ഈ 2 സിൻഡ്രോംസ് ഉണ്ടാക്കുന്ന സൈക്കോളജിക്കലും അതുപോലെ തന്നെ ഫിസിക്കലുമായുള്ള ചില എഫക്ട്സിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇപ്പോൾ കോഗ്നിറ്റീവ് തലത്തിൽ അല്ലെങ്കിൽ ബൗദ്ധികമായ തലത്തിലുണ്ടാകുന്ന കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്, ഒരു ബ്ലേർഡ് മെമ്മറി, അതുപോലെ തന്നെ ഡെല്യൂഷൻ, അതുപോലെ തന്നെ റെക്കറിങ് ആയിട്ടുള്ള ഫ്ലാഷ് ബാക്കുകളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകാറുണ്ട്. അപ്പോൾ ഇത് 2 തരത്തിലും, അതായത് ക്യാപ്റ്റീവിന് ക്യാപ്ചറിനെ കുറിച്ചും ക്യാപ്ചറിന് ക്യാപ്റ്റീവിനെ കുറിച്ചും ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ നമ്മൾ ഈ ചില സിനിമകളിലേക്ക് ഉണ്ടാവും, ഇപ്പോൾ പാകിസ്ഥാൻ തീവ്രവാദികളായിട്ട് ഒക്കെ വരുന്ന ചില ആൾക്കാർ തടവിന് പിടിച്ചുകൊണ്ട് പോയിട്ട് അവരോട് ഒരു സ്നേഹം എമ്പതി തോന്നും. അപ്പോൾ ചിലപ്പോൾ ഇവിടുത്തെ ഓഫീസേഴ്സ് അവിടെ നിന്ന് പിടിക്കുന്ന ആരെങ്കിലുമൊക്കെ ഈ തടവുകാരായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഭീകരന്മാരായിട്ടൊക്കെ വന്ന് നുഴഞ്ഞു കയറി എന്നൊക്കെ പറഞ്ഞ് വരുന്ന ആൾക്കാരെ പിടിച്ചു കഴിയുമ്പോൾ അവരോട് തോന്നുന്ന ഒരു തരം. അപ്പോൾ ഇതൊരു വല്ലാത്ത എമ്പതിയാണ്. കാരണം ഇത് നമ്മൾ പറഞ്ഞതുപോലെ ചില കാർമികമായിട്ടുള്ള ചില എലമെൻസുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഇത് ആക്ച്വലി ഈ എൻ്റയർ വേൾഡ് എന്ന് പറയുന്ന യൂണിവേഴ്സ് എന്ന് പറയുന്ന ഒരു ഡ്രാമയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു നാടകമാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പല വേഷങ്ങൾ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും അതിൽ നമുക്ക് മാറിപ്പോകാനായിട്ട് സാധിക്കുന്നില്ല. അതിന് കാരണം അദൃശ്യമായിട്ടുള്ള ഒരുപാട് എലമെൻറ്റ്സ് നമ്മളവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ കോഗ്നിറ്റീവ് തലത്തിൽ ചിലപ്പോൾ ഇതൊരു ബ്ലർഡ് മെമ്മറി ആയിട്ട് ചില സമയങ്ങളിൽ നമ്മളെ അത് അസ്വസ്ഥമാക്കാം, അല്ലെങ്കിൽ റിക്കറിങ് ആയിട്ടുള്ള ഫ്ലാഷ് ബാക്സ് ആയിട്ട് വരാം. ചില സമയങ്ങളിൽ നമുക്കൊരു ഡെല്യൂഷൻ തോന്നാറുണ്ട്, ചിലപ്പോൾ കൺഫ്യൂഷൻ തോന്നാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പല തലങ്ങളിൽ ഈ പറയുന്ന ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന ചില കാര്യങ്ങൾ നമ്മെ മൊത്തത്തിൽ അസ്വസ്ഥരാക്കാറുണ്ട്. ചില സമയങ്ങളിലേക്ക് ഇത് വളരെ വൈകാരികമായിട്ടുള്ളൊരു അവസ്ഥാന്തരത്തിലേക്ക് പോകാറുണ്ട്. അതോടൊപ്പം ലാക്ക് ഓഫ് ഫീലിംഗ് അല്ലേ, അതുപോലെ തന്നെ ഫിയർ,
ഹെൽപ്ലെസ്നെസ്, അതുപോലെ ഹോപ്പ്ലെസ്നെസ്, അഗ്രഷൻ, അതുപോലെ ഡിപ്രഷൻ, ഗിൽറ്റ്, ചിലപ്പോഴൊക്കെ ഡിപ്പെൻഡൻസ് ഓൺ എന്താ പറയുക ക്യാപ്റ്റൻ, അതുപോലെ തന്നെ PTSD, അതായത് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു അവസ്ഥ. അപ്പോൾ ഇതൊക്കെ നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു ഇതുണ്ട്. അതായത് ചിലപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു ആങ്സൈറ്റി ഉണ്ടാവാം, ചിലപ്പോൾ നമുക്ക് ഒരു വല്ലാത്ത, അതായത് ഈ ഒരു ദൃശ്യവുമായിട്ട് നമ്മൾ കണക്റ്റഡായി കിടക്കുന്നു. അപ്പോൾ വാൽമീകി അദ്ദേഹത്തിനെ നമുക്കറിയാവുന്നതാണ്, ഈ വനവേടൻ അമ്പെയ്ത് കൊന്ന, അപ്പോൾ ഈ ഒരു കഥ, അപ്പോൾ അതിൻ്റെ ഒരു എലമെൻറ്റ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ടെന്നാണ്. അതിൻ്റെ ആ ഒരു ശോകച്ഛവി അദ്ദേഹം ചെയ്യാത്തൊരു തെറ്റാണ്, പക്ഷേ ആ ദൃശ്യം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. അത് പലപ്പോഴും ഒരു അജിറ്റേഷനായിട്ട് വരാറുണ്ട്, അല്ലെങ്കിൽ അതിന് കാരണമായി തീർന്ന, അത് ചിലപ്പോൾ നമ്മൾ തന്നെ പറയുന്ന എന്തായിരിക്കും, നമ്മുടെ കർമ്മങ്ങളുടെ ഒരു ഇതായിട്ടായിരിക്കും, നമ്മൾ തന്നെ ചെയ്ത ചില കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഇതുവഴി പോകേണ്ടി വരുന്നത്. ഇപ്പോൾ ദുര്യോധന പിന്നെ വീരസ്വർഗം കിട്ടുമ്പോൾ യുധിഷ്ഠിരൻ എന്താണ് ഈ പറയുന്ന നരകത്തിൻ്റെ കാഴ്ചകൾ കണ്ടുകൊണ്ട് നടക്കേണ്ടി വരുന്നത്. അപ്പോൾ അവിടെയും മനസ്സിലുണ്ടാകുന്നത് ഒരു ഇമോഷണലായിട്ടൊരു കാര്യം ഉണ്ടാകാം, താൻ ചെയ്തു പോയ ഒരു എന്താ പറയുക, ഒരു കള്ളം പറഞ്ഞു പോയതിൻ്റെ ഒരു ഫലമാണിതെന്നുള്ള. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സങ്കീർണത നമുക്ക് ഇതിനകത്ത് ദർശിക്കാനായിട്ട് സാധിക്കുന്നു. ഇപ്പോൾ സാമൂഹികമായിട്ട് തോന്നുകയാണെങ്കിൽ, സാമൂഹികമായിട്ടുള്ളൊരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു എസ്ട്രേഞ്ച്മെൻറ്റ്, മൊത്തത്തിൽ നമുക്കൊരു അലൂഫ്നെസ്, അല്ലെങ്കിൽ ടോട്ടലി നമ്മൾ പലതിൽ നിന്ന് മാറിപ്പോകുന്നതായിട്ട് നമുക്ക് തോന്നാം, ഒരുതരം വിജനത നമുക്ക് തോന്നാം, എസ്ട്രേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ അലൂഫ്നെസ് എന്ന് പറയാം, അല്ലെ? അപ്പം അങ്ങനെ ഒരു ടോട്ടലായിട്ടുള്ള ഒരു ആങ്സൈറ്റി നമുക്ക് ഉണ്ടാകാം ഇങ്ങനെയുള്ള. അപ്പോൾ ചില ആളുകൾ, അപ്പോൾ നമ്മൾ ചിന്തിച്ചു പോകണം, ചില ആളുകൾക്ക് എന്തുകൊണ്ടാണ് ഈ മനോരോഗം ഉണ്ടാകുന്നത്, അല്ലെ? മനോരോഗം പകരുന്നൊരു അസുഖമല്ല. എന്താണ് അതിൻ്റെ ഒരു അബ്സല്യൂട്ട് റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആകും പറയാൻ പറ്റില്ല. നാളത്തെ ഒരു ദിവസം നമുക്ക് മനോവിഭ്രാന്തി ഉണ്ടാകുമോ ഇല്ലയോ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് ഉണ്ടാകുന്നതിൻ്റെ കാരണം മേ ബി ചിലപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള ചില ദൃശ്യങ്ങളോ, അല്ലെങ്കിൽ നമ്മൾ അതുമായിട്ട് കണക്ട്, അത് ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും നമ്മൾ ഈ ഒരു ടൈം പ്ലെയിനും സ്പേസ് പ്ലെയിനും മാത്രം വെച്ചുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും വിശദീകരിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ നമ്മൾ സിനിമയിൽ പറയുകയാണെങ്കിൽ അതുക്കും അപ്പുറം എന്ന് പറയുന്ന പോലെ മറ്റെവിടുന്നോ നിന്നുള്ള ചില എലമെൻറ്റ്സ് ആയിരിക്കും നമ്മളെ ഇതിന് സ്വാധീനിക്കുന്നത്. ഇനി അതുപോലെ ഫിസിക്കലായിട്ടെന്ന് പറയുമ്പോഴത്തേക്ക് പലപ്പോഴും നമുക്ക് ഈ ശരീരത്തിൽ നമുക്ക് ഉണ്ടായിരുന്ന പല അസുഖങ്ങളും കൂടുകയോ, ചിലപ്പോൾ ആ അസുഖം കംപ്ലീറ്റ് ആയിട്ട് മാറുകയോ ചെയ്യുകയും ചെയ്യാം, അല്ല? എന്തെങ്കിലും ഇങ്ങനെയുള്ളൊരു ട്രോമ സിറ്റുവേഷൻ വരുമ്പോൾ ഉണ്ടായിരുന്ന ഒരെണ്ണം കംപ്ലീറ്റ്, അപ്പോൾ അവിടെ നടക്കുന്നത് ഒരുതരം ബ്രെയിൻ മാപ്പിംഗ് ആണ്, ഓട്ടോമാറ്റിക് ആയിട്ടുള്ളൊരു ബ്രെയിൻ മാപ്പിംഗ് നടക്കുന്നുണ്ട്. അതൊരു ഓർഡറിങ് അവിടെ സംഭവിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഏതൊരു സിനിമയിൽ കണ്ടായിരുന്നു, മകൻ, ഇപ്പം നരസിംഹം സിനിമയിലാണ്, അല്ലേ? മകൻ ജയിലിലേക്ക് പോകുന്നു, അച്ഛനാണ് ജഡ്ജ്, മകനെ അങ്ങനെ ജയിലിലേക്ക് അയച്ചതിന് ശേഷം അന്ന് മുതൽ അച്ഛൻ ജയിലിൽ അതേ സാഹചര്യം വീട്ടിലുണ്ടാക്കിയിട്ട് തറയിൽ ഇങ്ങനെ ഇരുന്ന് പിന്നെ സാധാരണ ഈ പാത്രത്തിൽ കഞ്ഞി കുടിച്ച് അങ്ങനെയൊക്കെയുള്ളൊരു സംഭവം നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എപ്പോഴൊക്കെയോ നമ്മൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചിലപ്പോൾ ചില കാര്യങ്ങൾ കണ്ടിട്ട് നമുക്കൊന്നും പ്രതികരിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരെണ്ണം കാണുമ്പോൾ അത് നമ്മുടെ മനസ്സിനെ വല്ലാതെ വേട്ടയാടുന്നതായിട്ട് കാണാൻ പറ്റും. അതാണ് പറയുന്നത്, എമ്പതറ്റിക് ആവുക എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. ചിലപ്പോൾ നമുക്ക് സ്ലീപ്പ് ഡിസോർഡേഴ്സ് വന്നു എന്ന് വരാം, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ വരാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു എന്ന് പറയാൻ പറ്റും. അപ്പോൾ സ്റ്റോക്ക്ഹോം സിൻഡ്രോമിനെ കുറിച്ചും അതുപോലെ തന്നെ ലിമ സിൻഡ്രോമിനെ കുറിച്ചും സാധാരണയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇതാണ്. അപ്പോൾ ചില ആളുകളെങ്കിലും നെറ്റിൽ വിളിക്കുന്നുണ്ടാവും, എന്താണ് ESP പാരാനോർമൽ ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യാനുള്ള കാരണം? ഓൾറെഡി നമ്മൾ ചില എലമെൻറ്റ്സ് പറഞ്ഞു കഴിഞ്ഞു, എങ്കിലും നമ്മളിവിടെ കാണാൻ ശ്രമിക്കുന്നത്, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു വല്ലാത്ത സ്റ്റോക്ക്ഹോം സിൻഡ്രോം ഉള്ള ആൾക്കാരാണ് നമ്മളെല്ലാവരും. കാരണം നമുക്കറിയാം, ഇവിടെ രണ്ട് പേരാണ് നമ്മൾ കാണുന്നത്. ഇവിടുത്തെ ക്യാപ്ചർ എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡാണ്, ക്യാപ്റ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ സോളാണ്. അപ്പോൾ എന്ത് രസകരമായിട്ട് നമുക്കിനെ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്, ആക്ച്വലി നമ്മുടെ സോളെന്ന് പറയുന്നത് ഒരു വലിയ എന്താ പറയുക, ഒരു ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരുപാട് അഴികൾ നിറഞ്ഞ ഒരു വലിയ കാരാഗൃഹത്തിനകത്ത് കിടക്കുകയാണ്. ആ കാരാഗൃഹത്തിൻ്റെ പുറത്തേക്കുള്ള രണ്ട് ജാലകങ്ങൾ എന്ന് പറഞ്ഞ കണ്ണുകളാണ്. അപ്പോൾ കണ്ണുകളിലൂടെ ഒരു വ്യക്തിയിൽ നിന്ന് പുറത്തേക്ക് നോക്കുന്നത് യഥാർത്ഥത്തിൽ അയാളുടെ ആത്മാവാണെന്ന് നമുക്ക് സങ്കല്പിക്കാൻ പറ്റും. അപ്പോൾ ഏതൊരു വ്യക്തിയെ കാണുമ്പോഴും, അതുകൊണ്ടാണ് എവിടെയോ ഞാൻ വായിച്ചിട്ടുണ്ട്, കണ്ണുകളിലേക്ക് നോക്കിയാൽ നമുക്കൊരിക്കലും ഒരാളിനെ കൊല്ലാനോ അല്ലെങ്കിൽ അയാളോട് എന്തെങ്കിലും തരത്തിലുള്ള ദ്രോഹം ചെയ്യാനോ സാധിക്കുകയില്ല എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ഉപനയനം എന്ന് പറയുന്ന ചടങ്ങിൽ തന്നെ അടുത്തടുത്തിരുന്ന് കണ്ണുകളിലേക്കാണ് നോക്കുന്നത്. കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ആ രണ്ട് വ്യക്തികളും യഥാർത്ഥത്തിൽ മറ്റേ ആളുടെ കണ്ണുകളിലേക്ക് നോക്കി അത് ശരിക്കും പറഞ്ഞാൽ ഒരു സമുദ്രത്തിൻ്റെ ഫീലിങ്ങിലേക്ക് വരികയും അങ്ങനെ ആ മിഴികളാകുന്ന അഗാധ സമുദ്രങ്ങളിലേക്ക് എന്ത് ചെയ്യുന്ന അവർ ലയിച്ച് ചേരുകയും ചെയ്യുന്ന ഒരു കാഴ്ച. അപ്പോൾ ഞാൻ കുറച്ച് സാഹിത്യം കൂടി ചേർത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ ആക്ച്വലി നമുക്ക് കാണാൻ കഴിയുന്ന ഇതാണ്, ഈ ഒരു വിലയനമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ കണ്ണുകളെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതുകൊണ്ടാണ് ഈ കണ്ണുകൾക്ക് ഇത്രയും വലിയൊരു പ്രാധാന്യം വരാനുള്ള കാരണം. അപ്പോൾ നമ്മൾ അങ്ങനെ സങ്കല്പിച്ച് നോക്കിക്കഴിഞ്ഞാൽ തടവറയ്ക്കകത്ത് ആത്മാവ് കിടക്കുന്നു, തടവറയുടെ പുറത്തേക്ക് കാണാൻ പറ്റുന്ന രണ്ട് സുഷിരങ്ങൾ അല്ലെങ്കിൽ ദ്വാരങ്ങൾ എന്ന് പറയുന്നത് ഈ കണ്ണുകൾ മാത്രമാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഈ അകത്ത് തടവറയിൽ കിടക്കുന്ന ഈ ആത്മാവ് എന്ന് പറയുന്നത് ക്യാപ്റ്റീവാണ്, അല്ലേ? അപ്പോൾ അത് പിടിക്കപ്പെട്ടതാണ്. ഇനി അതിനെ പിടിച്ചെടുത്തതാരാണ്? ക്യാപ്ചർ ആരാണ്? മൈൻഡാണ്.
അപ്പോൾ ഈ മൈൻഡ് എന്ന് പറയുന്നത് ഏതുകൊണ്ടുണ്ടാകുന്നതാണ്? ഭഗവത്ഗീതയിൽ വായിക്കുമ്പോൾ നമുക്കറിയാം, അല്ലെങ്കിൽ അത് പഠിക്കുമ്പോൾ അറിയാൻ പറ്റും, വാസനകളാണ്. ജന്മജന്മാന്തരങ്ങളായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത വാസനകളാണ്. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്ന് പറയുന്നു. ഏതിലാണോ നമ്മൾ ഈ പറയുന്ന രീതിയിൽ ശ്രദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതിലേക്കാണോ, അറ്റൻഷൻ എന്നുള്ള മീനിങ് അല്ല ഇവിടെ വരുന്നത്, അതിന് വലിയൊരു കോണ്ടെക്സ്റ്റിലാണ് ഈ ശ്രദ്ധ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് മറ്റൊരു അവസരത്തിൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാൻ പറ്റും. അതായത് ഓരോ ഈ ആചാര്യന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നതും ഇവിടെ ചുറ്റാകെ നടക്കുന്നതും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഞാൻ ഏതിലേക്കാണ് പോകുന്നത്, ഞാൻ ഏതിലേക്കാണ് അറ്റാച്ച്ഡ് ആകുന്നത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ശ്രദ്ധ എന്നതിൻ്റെ ഒരു സംജ്ഞ, അല്ലെങ്കിൽ ഒരു മീനിങ് അതാണ്. അപ്പോൾ അങ്ങനെ പോകുന്നതിൽ നിന്ന് നമ്മൾ ആർജിച്ചെടുക്കുന്നതായ ഓരോ സംഗതികളും യഥാർത്ഥത്തിൽ നമ്മുടെ ഈ പറയുന്ന കാരാഗൃഹത്തിൻ്റെ ഓരോ തൂണുകളായിട്ട് മാറുന്നു, അല്ലെങ്കിൽ അതിൻ്റെ അഴികളായിട്ട് മാറുന്നു. അങ്ങനെ നമ്മൾ തന്നെ ജന്മാന്തരങ്ങളായിട്ട് ഉണ്ടാക്കിയെടുത്ത ഈ തടവറയ്ക്കകത്തേക്ക് കിടക്കുന്ന ആളാണ് നമ്മുടെ ഈ പറയുന്ന ആത്മാവ്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ആത്മാവ് ഈ തടവറയിൽ നിന്ന് ചാടിപ്പോകാനായിട്ട് വളരെ വിരളമായിട്ട് മാത്രമേ ശ്രമിക്കുന്നുള്ളൂ. ആത്മാവ് നോക്കുമ്പോൾ അതിൻ്റെ ചുറ്റാകെ കാണുന്ന വളരെ ശക്തമായിട്ടുള്ള ഈ കമ്പി വേലി, അല്ലെങ്കിൽ ഈ പറയുന്ന തടവറയുടെ ഇരുമ്പഴികൾ, അതുമായിട്ട് പ്രണയത്തിലാകുന്നു. അതിശക്തനായ ഈ ക്യാപ്ചറിനോട് നമ്മൾ എന്ത് ചെയ്യുന്നു? വിധേയത്വം പ്രാപിക്കുന്നു. നോക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന ഒന്നും തന്നെ വിട്ടുകൊടുക്കാൻ പ്രയാസമാണ്. നമ്മളെപ്പോഴും നമ്മുടെ ശരീരത്തെക്കുറിച്ച് വളരെ അഭിമാനിക്കുന്നു. ഓഷോ തന്നെ പറയുന്നുണ്ട്, ഇഫ് യു ഹാവ് മോർ യു ഹാവ് മോർ എനർജി, സോ യു ഹാവ് ടു ഷെയർ വിത്ത് അതേഴ്സ് എന്നാണ്. അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക. കാരണം നിങ്ങളുടെ ഈ ശരീരം എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും കൊണ്ടുപോകുന്ന ഒരു സംഗതിയല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്ന് പറയുമ്പോൾ ഏറ്റവും മറ്റുള്ള ആളുകൾക്ക് സന്തോഷം കൊടുക്കുക എന്നുള്ള ഒരു കാര്യം കൂടി അതിനകത്ത് അടങ്ങിയിരിക്കുന്നു. ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന തലങ്ങൾ അനുസരിച്ചാണ്. അത് നമ്മുടെ മാനസികാവസ്ഥ വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ അത് മനസ്സിലാക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് അതിൽ വിശദീകരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും ശരി. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന എന്താണ്? ഇതെല്ലാത്തിനെയും വളരെ ഭദ്രമായിട്ട് ഇങ്ങനെ വെച്ച് നമ്മളിതെന്തോ വലിയ സംഭവമായിട്ട് നമ്മൾ ഈ പറയുന്ന ക്യാപ്ചറിനോട് ക്യാപ്റ്റീവ് ഭയങ്കരമായിട്ട് പ്രണയം കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് നമുക്കിവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരീരം എന്ന് പറയുന്നത് അല്ല, ഞാൻ ഇത് പറയുന്ന സംഗതിയല്ല, ഞാനിപ്പോൾ തടവറയിലാണ്, ഈ തടവറയിൽ നിന്ന് എനിക്ക് പുറത്ത് പോകണം എന്നുള്ള ആഗ്രഹം എപ്പോഴാണോ ആത്മാവിനുണ്ടാകുന്നത്, അപ്പോഴാണ് അത് ഈ പറയുന്ന സ്റ്റോക്ക്ഹോം സിൻഡ്രോം ഭേദിച്ചിട്ട് അത് പുറത്തേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു കണക്ഷൻ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കിതിനെ നന്നായിട്ട് മനസ്സിലാക്കാനും കണക്ട് ചെയ്യാനും സാധിക്കുന്നത്. അപ്പോൾ ആത്മാവ് എന്ന് പറയുന്ന നമ്മളെല്ലാവരും പ്രേമസ്വരൂപരായ ദിവ്യസ്വരൂപരായ ആത്മാക്കളാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അവർ ഓരോരുത്തരും അവരുടേതായ ചില വാസനകൾ തീർക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഡോക്ടർ ബ്രയാൻ എൽവൈസ് പറയുന്ന പോലെ ഇതൊരു പാഠശാലയാണ്. പല പല കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മൾ പെട്ടിരിക്കുന്ന കാരാഗൃഹത്തിനെ പ്രണയിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഈ കാരാഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ നേടിയെടുത്ത ഒരു സംഗതി. അപ്പോൾ ഇതിനെ ബ്രേക്ക് ചെയ്തിട്ട് എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഈ പറയുന്ന ക്യാപ്റ്റീവിനെ, അല്ലെങ്കിൽ ആ ഹോസ്റ്റേജ് ആയി കിടക്കുന്ന ആത്മാവിനെ എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടുത്തി ഏറ്റവും വലിയ പരമപദത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിയണം എന്നുള്ള ധാരണയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഏതിനെയും എന്തിനേയും നമുക്ക് ഈ പറയുന്ന രീതിയിൽ കണക്ട് ചെയ്ത് സംസാരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിച്ചത് ഇപ്പോൾ ഈ ഏറ്റവും കാലിക പ്രസക്തിയുള്ള ഒരു വിഷയവുമായിട്ട് കണക്ട് ചെയ്ത് സൈക്കോളജിയിൽ നമ്മൾ ഈ പറയുന്ന സ്റ്റോക്ക്ഹോം സിൻഡ്രോം, അതുപോലെ തന്നെ ലിമ സിൻഡ്രോം, അതിനെ നമ്മുടെ ഭാരതീയ ആത്മീയതയിൽ പറയുന്ന ആത്മാവും അതുപോലെ തന്നെ വാസനകളും ഒക്കെ ചേർത്തിട്ടാണ് നമ്മളിന്ന് സംസാരിച്ചത്. അപ്പോൾ എന്തായാലും ഇത് വളരെ പ്രയോജനം ഉണ്ടായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഗ്രേറ്റ് സപ്പോർട്ട്. കീപ്പ് ഓൺ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.